Hi friends, welcome to English Raindrops. We completed the lesson How Far is the River and wrote question answers. Today we are going to do the activities. നമ്മൾ ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന പാഠഭാഗം കഴിഞ്ഞു, അതിലെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുകയാണ്. ദീസ് ആക്ടിവിറ്റീസ് ആർ ഓൺലി എ ഗൈഡൻസ് ഫോർ യു. ഇതെന്താണ്? ഒരു ഗൈഡൻസ് മാത്രമാണ്. ഈ ആക്ടിവിറ്റീസ് ഒരു ഗൈഡൻസ് മാത്രമാണ്. നിങ്ങൾ ഇതേപടി പകർത്തി വെക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മോഡലായിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ കാണാം. ഓക്കെ, ലെറ്റ് us start the first activity. Page number 13. Page number 13. You have read the story How Far is the River, haven't you? Now try to remember the story and complete the following suitably. You have read the story How Far is the River. നിങ്ങൾ How Far is the River എന്ന ചോദ്യം എന്ന പാഠം എന്ത് ചെയ്തു? വായിച്ചിട്ടുണ്ട് അല്ലേ? haven't you? വായിച്ചിട്ടില്ലേ? ഉണ്ട്. Now try to remember the story and complete the following suitably. എന്നിട്ട് ആ ഒരു കഥ ഓർമ്മിച്ചിട്ട് ഈ താഴെ പറയുന്ന ബോക്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ ദ സെൻറ്റൻസസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ് ആണ്. ഏതെല്ലാം വാചകങ്ങളാണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്? ഈ ഒരു പാഠഭാഗത്തിലെ ഏതൊക്കെ വാചകങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ്. ഒരു വാചകം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ ഏതെല്ലാം വാചകങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ആ വാചകങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ബോക്സിലെ ഇൻസ്ട്രക്ഷൻസ്. രണ്ടാമത്തെ ബോക്സ് നോക്കാം. ദ മൊമെൻറ്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്. ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാവും, സംഭവങ്ങൾ, നിമിഷങ്ങളില്ലേ? ആ നിമിഷങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദ മൊമെൻറ്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം, ആ ഒരു രംഗം അല്ലെങ്കിൽ സമയം അതേതായിരുന്നു? എപ്പോഴാണ് നിങ്ങൾക്ക്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏത് സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ ദ മീറ്റിംഗ് വിത്ത് ദ വില്ലേജ് ബോയ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. അതൊരു ആ മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? ദ മീറ്റിംഗ് വിത്ത് ദ വില്ലേജ് ബോയ്. പിന്നെ ഇതിലുള്ളത് മൂന്നാമത്തെ ബോക്സിൽ ദ ക്യാരക്ടേഴ്സ് ഹു ടച്ച്ഡ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട കഥാപാത്രം ദ ബോയ് തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം തന്നെ ദ ബോയ് തന്നെയായിരിക്കും, അത് എഴുതാം. പിന്നെ മറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എഴുതുക. വുഡ് കട്ടർ ഉണ്ട്, ഗേൾ ഉണ്ട്, വില്ലേജ് ബോയ് ഉണ്ട്. ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ബോക്സിൽ കൊടുത്ത നിർദ്ദേശം. നാലാമത്തെ ബോക്സിൽ നിർദ്ദേശം എന്താണെന്ന് നോക്കാം. ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ യുവർ മൈൻഡ്. ഏതൊക്കെ പിക്ചേഴ്സാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയത് അല്ലേ? ഈ ഒരു പാഠം വായിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ ദ ബോയ് ഷെയറിങ് ഹിസ് ഫുഡ് വിത്ത് ദ വില്ലേജ് ബോയ്. ദ ബോയ് ഷെയറിങ് ഹിസ് ഫുഡ് വിത്ത് ദ വില്ലേജ് ബോയ് അല്ലേ? ആ വില്ലേജ് ബോയ്, ഗ്രാമീണനായ കുട്ടിയുടെ കൂടെ ഭക്ഷണം ഷെയർ ചെയ്യുന്നു, കുട്ടിക്ക് ഭക്ഷണം ഷെയർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു പിക്ചർ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മറ്റ് പിക്ചർ ഉണ്ടാവും. തത്ത പറക്കുന്നുണ്ടല്ലേ, പാരറ്റ് പറക്കുന്നുണ്ടാവും, ട്രിക്കിൾ ഓഫ് വാട്ടർ കമ്മിങ് ഡൗൺ അല്ലേ, ഫാളിങ് ഡൗൺ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊമെൻ്റ് ഏതാണോ, പിക്ചർ ഏതാണോ അത് പറയാൻ വേണ്ടിയിട്ടാണ് നാലാമത്തെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ പിക്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഏതൊക്കെ എഴുതാൻ പറ്റും. ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ പറ്റും. മൊമെൻ്റ് ഒന്നാണ്, ദ മൊമെൻറ്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം അല്ലേ? പിന്നെ സെൻറ്റൻസസ് ദാറ്റ് ഇംപ്രസ് യു ദ മോസ്റ്റ്, അതെല്ലാ സെൻറ്റൻസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ആക്ടിവിറ്റി 2. ഹിയർ ആർ ദ തോട്ട്സ് ഓഫ് എ ബോയ് ആഫ്റ്റർ ഹിസ് നാച്ചർ വാക്ക്. ഒരു കുട്ടി ഒരു നാച്ചർ വാക്കിലെ പ്രകൃതിയിലേക്കുള്ളൊരു നടത്തം നടന്നതിന് ശേഷം മനസ്സിലുണ്ടായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിയർ ആർ ദ തോട്ട്സ് ഓഫ് എ ബോയ് ആഫ്റ്റർ ഹിസ് നാച്ചർ വാക്ക്. റീഡ് ഇറ്റ്, അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയുള്ളത് നോക്കാം. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് എ മൗണ്ടൻ വാലി, ദ മാഗ്നിഫിഷ്യൻറ്റ് വാലി ഓഫ് കാശ്മീർ. ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ സ്നോ-capped lofty mountains which made it a land of springs and beautiful lakes. For a moment I wondered whether I was in heaven. Really, Kashmir is a land of paradise. നാച്ചർ വാക്കിന് ശേഷം ഒരു കുട്ടി എഴുതിയ എന്താണ് ചിന്തകളാണ് ഇതില്ലേ? റീസെൻ്റ്ലി അല്ലേ? റീസെൻ്റ്ലി വെച്ചാൽ അടുത്ത കാലത്ത്. ഐ വിസിറ്റഡ് എ മൗണ്ടൻ വാലി. വേർ ഡിഡ് ഹി വിസിറ്റ്? ഹി വിസിറ്റഡ് എ മൗണ്ടൻ വാലി. ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരം ആ കുട്ടി സന്ദർശിച്ചു അല്ലേ? ദ മാഗ്നിഫിഷ്യൻറ്റ് വാലി ഓഫ് കാശ്മീർ അല്ലേ? ഗംഭീരമായിട്ടുള്ള ഏതാണ്? കാശ്മീരിൻ്റെ താഴ്വാരം. ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ സ്നോ-capped lofty mountains. ഇതെന്താണ്? ഈ ഒരു താഴ്വാരം സറൗണ്ടഡ് ബൈ സ്നോ-capped lofty mountains, മഞ്ഞ് മൂടപ്പെട്ട
വളരെ ഉയരത്തിലുള്ള പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ആ ഒരു താഴ്വാരം. വിച്ച് മേഡ് ഇറ്റ് എ ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേക്സ്. അത് എന്ത് ചെയ്തു? വിച്ച് മേഡ് ആ ഒരു താഴ്വാരത്തിൻ്റെ വിച്ച് മേഡ് ഇറ്റ് എ ലാൻഡ് ഓഫ് സ്പ്രിങ്സ്. അത് വസന്തകാലത്ത് തന്നെ പൂക്കളുടെ ഒരു സ്ഥലമായിരുന്നു, അതിലെ ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേക്സ്, മനോഹരമായിട്ടുള്ള ലേക്സ്, തടാകങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ ഒരു താഴ്വാരം. ഐ വണ്ടേർഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ. അവിടെ എത്തിയപ്പോൾ കുട്ടിക്ക് എന്ത് തോന്നി? ഹി വണ്ടേർഡ് വെദർ ഹി വാസ് ഇൻ ഹെവൻ. സ്വർഗത്തിലാണോ എന്ന് സംശയിച്ചു അല്ലേ? റിയലി കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് പാരഡൈസ്. സത്യം റിയലി വാസ്തവത്തിൽ എന്താണ്? കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് പാരഡൈസ്. കാശ്മീർ ഒരു എന്താണ്? ലാൻഡ് ഓഫ് പാരഡൈസ്, സ്വർഗീയ സ്ഥലമാണെന്ന് പറയുന്നത് അല്ലേ? സ്വർഗത്തിൻ്റെ സ്ഥലമാണ് കാശ്മീർ. അപ്പം അതിൽ എ ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഫ്രേസസ് ഹി യൂസസ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ്, റൈറ്റ് ദം ബിലോ. എന്താണ്? തൻ്റെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ഉപയോഗിച്ച വേർഡ്സും ഫ്രേസസും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ദം ബിലോ, അത് താഴെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കൂ. ഒരു മാഗ്നിഫിഷ്യൻറ്റ് വാലി ഓഫ് കാശ്മീരിലെ മാഗ്നിഫിഷ്യൻറ്റ് ഗംഭീരമായിട്ടുള്ള താഴ്വാരം, കാശ്മീരിലെ താഴ്വാരം. സ്നോ ക്യാപ്ഡ് ലോഫ്റ്റി മൗണ്ടെയിൻസ്, മഞ്ഞ് മൂടപ്പെട്ട എന്താണ്? ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ. ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേക്സ്, മനോഹരമായ പുഷ്പങ്ങളുടെയും എന്താണ്? ലേക്കുകളിലെ തടാകങ്ങളുടെയും നാട്. വണ്ടേർഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ, കുട്ടി എന്ത് കരുതി? സ്വർഗത്തിലാണോ എന്ന് സംശയിച്ചു പോയില്ലേ? ലാൻഡ് ഓഫ് പാരഡൈസ്, ഇത് സ്വർഗത്തിൻ്റെ നാട്ടിലാണോ എന്ന്, സ്വർഗത്തിൻ്റെ നാട്ടിലാണ് എത്തിപ്പെട്ടതെന്ന് കുട്ടി ചിന്തിച്ചു പോയി അല്ലേ? ഓക്കെ, നമുക്ക് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ദ ബോയ് ഹു ഗോസ് ഇൻ സെർച്ച് ഓഫ് ദ റിവർ ഫീൽസ് ഡിസ്കറേജ്ഡ് വെൻ ഹി മിസ്സസ് ദ വില്ലേജ് ബോയ്. അല്ലേ? ആ ഒരു പുഴയെ തേടിപ്പോയ ഒരു കുട്ടി എന്ത് ചെയ്തു? ഡിസ്കറേജ്ഡ്, നിരാശിതനായി അല്ലേ? നിരാശിതനായിപ്പോയി. എങ്ങനെ? വെൻ ഹി മിസ്സസ് ദ വില്ലേജ് ബോയ്, ആ ഒരു വില്ലേജ് ബോയെ നഷ്ടപ്പെട്ടപ്പോൾ, വില്ലേജ് ബോയ് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോയപ്പോൾ ഈ കുട്ടിക്ക് നിരാശ തോന്നി. ഈ ലുക്സ് അപ്പ് ആൻഡ് ഡൗൺ ദ മൗണ്ടൻ പാത്ത്. കുട്ടി എന്ത് ചെയ്യാണ്? ലുക്സ് അപ്പ് ആൻഡ് ഡൗൺ ദ മൗണ്ടൻ പാത്ത് അല്ലേ? ആ ഒരു പർവ്വതത്തിലെ ആ ഒരു വഴിയിലൂടെ അങ്ങനെ താഴോട്ടും മുകളിലോട്ടൊക്കെ നോക്കി, ആ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയില്ലേ? ബട്ട് സീസ് നോ വൺ, ആരെയും കണ്ടില്ല. ഹിസ് ഓൺ ഹോം ഈസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ. ആ ഒരു പർവ്വതത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് കുട്ടിയുടെ വീട് മറയ്ക്കപ്പെട്ട് കിടക്കുകയായിരുന്നു അല്ലേ? ആൻഡ് ദ റിവർ ഈസ് നോട്ട് ഇൻ സൈറ്റ് ഈതർ. റിവർ, ആ ഒരു പുഴ ഇട്ട് കാണാനില്ലായിരുന്നു അല്ലേ? കാണാനില്ല. ഹി വിഷസ് സം വൺ വേർ വിത്ത്. അപ്പം എന്ത് കരുതി? ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുട്ടി കരുതി. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ് അറ്റ് ദ ടൈം. ആ ഒരു സമയത്ത് കുട്ടിയുടെ ചിന്ത എന്തൊക്കെയായിരിക്കാം? റൈറ്റ് ദം ബിലോ, ആ ചിന്തകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ചിന്തയാണ്, ഞാൻ കാണുന്ന കുട്ടിയുടെ ചിന്തയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മാറ്റിയിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. അത് നോക്കാം നമുക്ക്. ഓ മൈ ഗോഡ്, ഐ ആം ഫാർ അവേ ഫ്രം മൈ ഹൗസ്. ഇല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്. ഐ കാൺ സീ ഇറ്റ് നൗ, എനിക്ക് വീട് കാണാനേ പറ്റുന്നില്ല. നോ വൺ ഈസ് സീൻ ഹിയർ, ഇവിടെ ആരെയും കാണാനില്ലല്ലേ? വാട്ട് എ ഹൊറിബിൾ സൈലൻസ്, എത്ര ഭയാനകമായ നിശബ്ദത അല്ലേ? വെർ ഇസ് ദ റിവർ, റിവർ എവിടെയാണ്? പുഴ എവിടെയാണ്? ക്യാൻ ഐ സീ ഇറ്റ് ടുഡേ, എനിക്ക് ഇന്നെങ്കിലും അത് കാണാൻ പറ്റുമോ? ഹൗ ലോങ് ഹാവ് ഐ ബീൻ ലോങ്ങിങ് ടു സീ ഇറ്റ്, എത്ര കാലമായി ഞാനത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്, ആഗ്രഹിച്ചു നിൽക്കുന്നത് അല്ലേ? ഐ വാണ്ടഡ് ടു ഫീൽ ഇറ്റ്സ് വാട്ടർ പേഴ്സണലി, അതിലെ വെള്ളം എനിക്ക് തൊട്ട് നോക്കി അറിയേണ്ട ആവശ്യമുണ്ടല്ലേ? ഈ വിഷ്വലിൽ ആഗ്രഹിക്കുന്നു അല്ലേ? ഇങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ആ രീതിയിൽ അവർ എഴുതിണ്ടാക്കുക. നാലാമത്തെ എക്സസൈസ് ആക്ടിവിറ്റി നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ പാത്ത് ടു ദ ഹിൽ, റീഡ് ദം. താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാത്ത്, ഒരു വഴിയുടെ എന്താണ്? വിവരണമാണ്. ടു ദ ഹിൽ, ഒരു എന്താണ്? കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു വഴിയുടെ വിവരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. രണ്ടെണ്ണം ഉണ്ട്, എയും ബിയും ഉണ്ട്, രണ്ട് വിവരണമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമുക്കൊന്ന് വായിക്കാം. ദ പാത്ത് വാസ് സ്റ്റീപ്പ്, ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് വൺ. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. ദ ട്രീസ് വെർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ് and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp but very refreshing. ഇതാണ് ഒന്നാമത്തെ വിവരണം, ഡിസ്ക്രിപ്ഷൻ. ബി, രണ്ടാമത്തെ നോക്കാം. The path was steep. The hill was covered with ferns, trees and dahlias. Water came from the hillside. The water was refreshing. ഈ രണ്ട് വിവരണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരേ ഒരു പാത്തിനെയാണ് രണ്ട് വിവരണവും, പാത്തിനെ പറ്റിയാണ് രണ്ട് വിവരണവും അല്ലേ? അപ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനോട് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വിച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്? ഈ രണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ഏതാണ്? വിവരണം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓക്കെ, വെരി ഗുഡ്. ദ ഡിസ്ക്രിപ്ഷൻ എ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് അല്ലേ? എയും ബിയും ഉണ്ട്, അതിൽ എ ആണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റർ ഇഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു വിവരണത്തിന് കൂടുതൽ നല്ലൊരു ഇഫക്റ്റ് കൊടുക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് അല്ലേ?
നമുക്ക് ആ വേർഡ്സ് നോക്കാം. ഒന്ന് ഡിസി വൈൻഡിങ് സ്റ്റീപ്പ് പാത്ത് അല്ലേ. ഡിസി വൈൻഡിങ് അങ്ങനെ എന്താണ്, തല ചുറ്റുന്ന രീതിയിൽ വൈൻഡിങ്, അങ്ങനെ വളഞ്ഞ് പോകുന്നല്ലേ, സ്റ്റീപ്പ് പാത്ത്. ഹിൽ കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. കുന്നുകൾ എങ്ങനെയാണ്, ഹിൽ കവേർഡ് വിത്ത്, കുന്ന് എങ്ങനെയാണുള്ളത്, വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ് അല്ലേ, പച്ച പിടിച്ച എന്താണ്, ഇടതൂർന്ന് പച്ച പിടിച്ച് കിടക്കുന്ന എന്താണ്, ഫേൺസ്, വള്ളിപ്പടർപ്പുകൾ അല്ലേ. പിന്നെന്താണ്, ട്രീസ് വൗണ്ട് വിത്ത് ക്രീപ്പേഴ്സ്. അതാണ് ട്രീസ് വൗണ്ട് വിത്ത് ക്രീപ്പേഴ്സ് അല്ലേ, ക്രീപ്പേഴ്സ് വള്ളിച്ചെടികൾ ഇങ്ങനെ ചുറ്റി പടർന്ന മരങ്ങൾ. ഗ്രേറ്റ് വൈൽഡ് ഡാലിയ, വലിയൊരു ഡാലിയ അല്ലേ, കാട്ടുപുഷ്പമായിട്ടുള്ള ഡാലിയ. ഗോൾഡൻ ഹെഡ്, അതിൻ്റെ ഗോൾഡൻ ഹെഡ്. ട്രിക്കിൾ ഓഫ് വാട്ടർ, വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത്. കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് റിഫ്രഷിങ്. എങ്ങനെയുള്ള വെള്ളമാണ്, കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് റിഫ്രഷിങ് അല്ലേ. അതെന്താണ്, കോൾഡാണ് തണുത്തതാണ്, ഷാർപ്പാണ്, ഷാർപ്പ് എന്ന് വെച്ചാൽ നല്ല കൃത്യതയല്ല, ആൻഡ് ബട്ട് റിഫ്രഷിങ് അല്ലേ, നമുക്ക് ഉന്മേഷദായകമായിട്ടുള്ള എന്താണ്, വാട്ടറാണത്. അതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ഈ ഒരു സ്ഥലത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണത് അത് നോക്കാം. സ്റ്റീപ്പാണ്, ഒന്നില്ല ഹിൽ, അത് സ്റ്റീപ്പാണ് ഒന്ന്. രണ്ട് ഡിസി, മൂന്നാമത്തത് വൈൻഡിങ്. ഈ വേർഡ്സാണ് ഈ സ്ഥലങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇമേജിൻ ദാറ്റ് ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ദ ബോയ് വിസിറ്റ്സ് ദ പ്ലേസ് അഗെയിൻ. കുട്ടി എന്ത് ചെയ്യുന്നു, വീണ്ടും ആ ഒരു സ്ഥലം സന്ദർശിക്കുന്നു അല്ലേ. ഹി നോട്ടീസസ് ദാറ്റ് ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. കുട്ടി എന്ത് മനസ്സിലാക്കി, ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്, സ്ഥലം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അല്ലേ, അത് കുട്ടി മനസ്സിലാക്കി. ഇറ്റ് ഹാസ് ബിക്കം എ ടൂറിസ്റ്റ് സ്പോട്ട്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇപ്പോൾ അല്ലേ, വിനോദസഞ്ചാര കേന്ദ്രമാണ്. വാട്ട് കുഡ് ബി ദ ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം വന്നിട്ടുണ്ടാവുക. ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ഇൻ ദ പ്ലേസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു മാറ്റങ്ങളെപ്പറ്റി എഴുതാൻ, ആ സ്ഥലത്തിനുണ്ടായ മാറ്റങ്ങളെപ്പറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ എഴുതുക, ഇതൊരു മോഡൽ മാത്രമാണെന്ന് കരുതിക്കൊണ്ട് എഴുതുക. ഓ വാട്ട് എ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ, എത്ര വലിയ മാറ്റം. ദ ലഷ് ഗ്രീൻ ഫേൺസ് ആർ നോട്ട് സീൻ നൗ. എന്താണ്, തുടുത്തു നിൽക്കുന്ന ആ ഒരു പച്ചപ്പടർപ്പുകളൊന്നും ഇപ്പം കാണാനില്ല അല്ലേ. ദ ട്രീസ് ആർ നോട്ട് ആസ് തിക്ലി ആസ് ദേ വർ ബിഫോർ. ആദ്യത്തെ മാതിരി മരങ്ങളൊന്നും ഇപ്പോൾ ഇടതൂർന്ന് വളരുന്നില്ല. ദ റോഡ് ഈസ് ടാർഡ് ആൻഡ് ന്യൂ ഷോപ്സ് ലൈക്ക് ഹോട്ടൽസ്, ഫ്രൂട്ട് സ്റ്റാൾസ് എറ്റ്സെട്ര ആർ ഓപ്പൺഡ്. റോഡ് ടാറിട്ടിരിക്കുന്നു അല്ലേ. പിന്നെന്താണ്, ന്യൂ ഷോപ്സ്, പുതിയ ഷോപ്പുകൾ. എങ്ങനെയുള്ള ഷോപ്പുകൾ, ഹോട്ടൽസ്, പിന്നെന്താണ്, ഫ്രൂട്ട് സ്റ്റാൾസ് എറ്റ്സെട്ര ആർ ഓപ്പൺ, ഇങ്ങനെ തുറന്നിട്ടുണ്ട് അല്ലേ. ദർ ആർ വെൻഡേഴ്സ് സെല്ലിങ് ഈറ്റബിൾസ് അല്ലേ, ഭക്ഷണങ്ങൾ വിൽക്കുന്ന ആരുണ്ട്, വെൻഡേഴ്സ്, വഴിവാണിപ്പക്കാരുണ്ട് അല്ലേ. മെനി ടൂറിസ്റ്റ് കം ടു ദ പ്ലേസ് ഡെയിലി. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങളത് നിങ്ങളുടെ രീതിയിലൊന്ന് എഴുതുക. ആറാമത്തെ എക്സസൈസ് നോക്കാം, ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. ദ ബോയ് നോട്ടീസസ് എ ഫ്യൂ പ്ലക്കാർഡ്സ് ആൻഡ് പോസ്റ്റേഴ്സ് അല്ലേ. ബോയ് എന്ത് കാണുന്നു, അവിടെ കുറച്ച് പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും കാണുന്നുണ്ട്. വിത്ത് സ്ലോഗൻസ് റിട്ടൺ ബൈ ലവേഴ്സ് ഓഫ് നാച്ചർ. പ്രകൃതി സ്നേഹികൾ എഴുതിയ എന്താണ്, സ്ലോഗൻ എന്ന് വെച്ചാൽ മുദ്രാവാക്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അവിടെ അല്ലേ. റീഡ് ദി സ്ലോഗൻസ്, ആ സ്ലോഗൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ സ്ലോഗൻ നോക്കൂ, സേവ് ട്രീസ് സേവ് വാട്ടർ. സേവ് ട്രീസ് സേവ് വാട്ടർ. രണ്ടാമത്തത്, സേവ് ട്രീസ് ഹെൽപ്പ് അസ് ബ്രീത്ത്. സേവ് ട്രീസ് ഹെൽപ്പ് അസ് ബ്രീത്ത്. ഇതാണ് രണ്ട് സ്ലോഗൻസ് അല്ലേ. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ എബവ് സ്ലോഗൻസ്. ഈ ഒരു സ്ലോഗൻസ് കൊടുത്ത മെസ്സേജ് എന്താണ് മെസ്സേജ്? വി ഷുഡ് പ്രൊട്ടക്ട് ആൻഡ് സേവ് ട്രീസ്. ഓക്കെ, വി ഷുഡ് പ്രൊട്ടക്ട് ആൻഡ് സേവ് ട്രീസ് ആൻഡ് വാട്ടർ. സോ സേവ് ട്രീസ് വിൽ ഹെൽപ്പ് അസ് ടു ബ്രീത്ത് വെൽ. നന്നായി ശ്വസിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും. നമുക്ക് മരങ്ങളെ സംരക്ഷിച്ചാൽ നമുക്ക് എന്തായും നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും. വെള്ളം സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ ശ്വാസം എടുക്കാൻ വേണ്ടി അല്ലേ, നമുക്ക് വേണ്ട വായു, നല്ല ശുദ്ധമായ വായു നമുക്ക് കിട്ടും അല്ലേ. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ എബവ് സ്ലോഗൻസ്. ഈ സ്ലോഗൻസ് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താണ്? വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് എബവ് സ്ലോഗൻസ്? അത് പറഞ്ഞു. നൗ റൈറ്റ് 2 other സ്ലോഗൻസ് ഓൺ ദ നീഡ് ടു കൺസേർവ് നാച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ലോഗൻസ് എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓൺ ദ നീഡ് ടു കൺസർവ് നാച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള 2 സ്ലോഗൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ സ്ലോഗൻ നോക്കാം, സേവ് ട്രീസ് സേവ് നാച്ചർ. സേവ് ട്രീസ് സേവ് നാച്ചർ അല്ലേ, ഒന്ന് എഴുതിയിരിക്കുകയാണ്. രണ്ടാമത്തതോ, നോ റിവേഴ്സ് നോ ലൈഫ്. നോ റിവേഴ്സ് നോ ലൈഫ്. ഇങ്ങനെ 2 സ്ലോഗൻസാണ് ഞാൻ എഴുതിയത്. നിങ്ങളത് പുതിയ സ്ലോഗൻസ് നിങ്ങൾ ഉണ്ടാക്കി അവിടെ എഴുതുക. ഓക്കെ, ഇതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, ആക്ടിവിറ്റി 6 ബി അല്ലേ. എന്താ നോക്കാം. അവിടെ ലുക്ക് അറ്റ് ദ പോസ്റ്റർ അഗെയിൻസ്റ്റ് ദ ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ അല്ലേ, എന്താണ്, വനനശീകരണത്തിനെതിരായിട്ടുള്ള പോസ്റ്ററാണിത്. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നൊരു ടൈറ്റിൽ ഉണ്ട് അല്ലേ, ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. പിന്നെന്താണ്, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ സേവ് നാച്ചർ. എന്താണ്,
വനനശീകരണം തടഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ്. ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങൾ മുറിക്കരുത്. പിന്നെ അടിയിൽ നോ ട്രീസ് നോ മാൻ എന്ന് പറയുന്നൊരു സ്ലോഗൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഒരു പോസ്റ്ററിൻ്റെ മോഡലാണ്. ഇങ്ങനെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുക. അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ഇല്ലുസ്ട്രേഷൻ ചിത്രങ്ങളുണ്ടാവും, പിന്നെ എന്താണ് ഈ പറയുന്ന മെസ്സേജ് ഉണ്ടാവും, പിന്നെന്താണ് ഈ പറയുന്ന സ്ലോഗൻ ഉണ്ടാവും, ഒരു ടൈറ്റിലൊക്കെ ഉണ്ടാവും. ഇത് നോക്കി വെക്കുക. ഇത് നമുക്ക് ബാക്കി ഭാഗം ചെയ്യാം. വാട്ട് ഡു യു സീ ഇൻ ദിസ് പോസ്റ്റർ? ഈ പോസ്റ്ററിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ, താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എന്തെഴുതുക? നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എഴുതുക. ഒന്നാമത് ടൈറ്റിൽ. എന്താണ് ഇതിൻ്റെ ടൈറ്റിൽ? ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നതാണ് ഇതിൻ്റെ ടൈറ്റിൽ, ഹെഡിങ് അല്ലേ? ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഇല്ലുസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ, എ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ ആൻഡ് ദ ഗേൾ ഈസ് ഹോൾഡിംഗ് ദ ട്രീ അറൗണ്ട്. അല്ലേ, ഒരു കുട്ടി ഇങ്ങനെ മരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി മരത്തിന് ഇങ്ങനെ ചുറ്റും പിടിച്ചിട്ടുണ്ട്, അല്ലെ, വട്ടം പിടിച്ചിട്ടുണ്ട്. ട്രീസ് ആർ കട്ട് അവേ, സ്റ്റെംസ് ആർ സീൻ. അവിടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ സ്റ്റെംസ് എന്ന് വെച്ചാൽ മരക്കുറ്റികൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലോഗൻ എന്താണെന്ന് നോക്കാം. എന്താണ് സ്ലോഗൻ ഉണ്ട് നോക്കൂ. നോ ട്രീസ് നോ മാൻ, നോ ട്രീസ് നോ മാൻ, മരങ്ങളില്ലെങ്കിൽ മനുഷ്യനുമില്ല, അല്ലേ? ഇതാണ് ഇതിൻ്റെ സ്ലോഗൻസ്. ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം എന്താ നോക്കാം. സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, എന്ത് നിർത്തൂ? വനനശീകരണം തടയൂ, അല്ലേ? സേവ് നാച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ. മറ്റൊരു ഇൻസ്ട്രക്ഷൻ എന്താണ്? ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങൾ മുറിക്കരുത്, അല്ലേ? ഡു നോട്ട് കട്ട് ട്രീസ്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. വി ഷുഡ് നോട്ട് കട്ട് ട്രീസ്, നമ്മൾ എന്ത് ചെയ്യരുത്? മരങ്ങൾ മുറിക്കരുത്. വി ഷുഡ് പ്രൊട്ടക്ട് ദം, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മരങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെസ്സേജ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ആക്ടിവിറ്റി 7. നമുക്ക് ആക്ടിവിറ്റി 7ലേക്ക് കടക്കാം. പേജ് നമ്പർ 16 ആണ്. ആക്ടിവിറ്റി 7 നോക്കുക. ഇമാജിൻ ദാറ്റ് ദ നാച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ കോമ്പറ്റീഷൻ. എന്താണ് ചോദ്യം? ഇമേജിൻ ദാറ്റ്, നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക. എന്താണ്? ദ നാച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിലെ നാച്ചർ ക്ലബ്ബ് ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ, ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്താൻ പോവാണ്. ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, എന്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്? ലോക പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്താൻ പോവാണ് നാച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ കോമ്പറ്റീഷൻ, ഈ ഒരു മത്സരത്തിന് വേണ്ടി നിങ്ങളൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു എന്താണ് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന മോഡൽ നിങ്ങൾക്കറിയാം. നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടാണ് പോസ്റ്ററിൻ്റെ മോഡൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. ഓക്കെ, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ എംബ്ലം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം പോസ്റ്റർ നമുക്ക് എന്ത് വേണം? ഒരു ഹെഡിങ് വേണം. കഴിഞ്ഞ പോസ്റ്ററിൻ്റെ ഹെഡിങ് ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നായിരുന്നു. അപ്പോൾ അതിന് അതുപോലെ ഒരു ഹെഡിങ് നിങ്ങളിവിടെ ഉണ്ടാക്കുക. ഹെഡിങ് ഉണ്ടാക്കിയതിന് ശേഷം ചിത്രങ്ങൾ കൊടുക്കാം, വിവരണങ്ങൾ കൊടുക്കാം, പിന്നെന്താണ്? ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ കൊടുത്തില്ല, അതുപോലെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. പിന്നെ ഒരു എന്താണ് സ്ലോഗൻ അടിയിലും കൊടുത്താൽ എന്തായി? പോസ്റ്ററായി. അത് നിങ്ങൾ മറ്റൊരു പോസ്റ്റർ നോക്കിയിട്ട് അതേമാതിരി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആക്ടിവിറ്റി 8ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 8, റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിലെ ആ പെൺകുട്ടിയെ പറ്റിയുള്ള വിവരണം, ഒരു കുട്ടി ആൺകുട്ടിയെ പറ്റിയുള്ള വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. വിവരണം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഹി വാസ് അബൌട്ട് 12 years old, എ സ്റ്റഡി ബോയ് വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. ഇതാണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ, വിവരണം അല്ലേ. എന്തൊക്കെയാണുള്ളത്? ഹി വാസ് അബൌട്ട് 12 years old, 12 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു അല്ലേ. എ സ്റ്റഡി ബോയ്, നല്ലൊരു എന്താണ് കായബാലുള്ള നല്ലൊരു ആരോഗ്യവാനായ കുട്ടി. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. അൺടൈഡി, ഇങ്ങനെ കോലം കെട്ട് ഇങ്ങനെ ചീകാതെ വെച്ചിരിക്കുന്ന ബ്ലാക്ക് ഹെയർ, കറുത്ത മുടി, ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, തിളങ്ങുന്ന കറുത്ത കണ്ണുകളുള്ള കുട്ടി അല്ലേ. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, നല്ല മുഖലക്ഷണമൊക്കെ ഉള്ള ക്ലിയർ ബ്രൗൺ സ്കിൻ അല്ലേ, തവിട്ട് നിറം കലർന്ന സ്കിൻ അല്ലേ, തവിട്ട് നിറം കലർന്ന കുട്ടിയാണല്ലേ. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അവൻ്റെ കൈകളും കാലുകളും എന്തായിരുന്നു? കാൽപാദങ്ങളൊക്കെ എന്തായിരുന്നു? റഫ് ആയിരുന്നു അല്ലേ, വളരെ എന്താണ് പരിപരുക്കനായിരുന്നു. ആൻഡ് സ്ക്രാച്ച്ഡ്, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോറലേറ്റ് അല്ലെങ്കിൽ വിള്ളലൊക്കെ ഉണ്ടായിരുന്നു, വിണ്ടുകീറലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ബിക്കോസ് ഹി വാസ് വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്, മേ ബി ദ റീസൺ. ഹി വാസ് ബാർഫൂട്ടഡ് നോട്ട് ബിക്കോസ് ഹി കുഡൻറ്റ് അഫോർഡ് ഷൂസ്. ഇതാണ് കുട്ടി ബാർഫൂട്ടഡ് ആണ്, നഗ്നപാതനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നോട്ട് ബിക്കോസ് ഹി കുഡൻറ്റ് അഫോർഡ് ഷൂസ്, ഷൂസ് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടല്ല,
ബട്ട് ബിക്കോസ് ഹി ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. പക്ഷെ എന്തുകൊണ്ടാണ് ഹി ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ്, ഇങ്ങനെ ചൂടുള്ള കല്ലിൻ്റെയും അതുപോലെ എന്താണ് ആൻഡ് കൂൾ ഗ്രാസ്, തണുത്ത എന്താണ് പുല്ലിൻ്റെയൊക്കെ അത് ഫീൽ ചെയ്യുക, അത് അറിയാൻ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ബെയർ ഫൂട്ടഡ് ആയിട്ട് നടക്കുന്നത്. അപ്പം അതിൽ എന്താണ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ബോയ്? ഈ ഒരു കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഫിസിക്ക്, കുട്ടിയുടെ ഫിസിക്ക് എങ്ങനെയായിരുന്നു? സ്റ്റഡി ബോയ് ആണല്ലേ, സ്റ്റഡി ബോയ്, നല്ല എന്താണ് കായബലമുള്ള നല്ല കുട്ടി, ഒരു ഉറച്ച ശരീരമുള്ള കുട്ടിയാണ് സ്റ്റഡി ബോയ്. ഹെയർ എങ്ങനെയാണെന്ന് നോക്കാം. അൺടൈഡി ബ്ലാക്ക് ഹെയർ ആണ്. അൺടൈഡി അല്ലേ, ഇങ്ങനെ കോലം കെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കാത്ത ബ്ലാക്ക് കറുത്ത മുടിയാണ്. ഐസോ, ഐസ് എങ്ങനെയായിരുന്നു? ഷൈനിങ് ബ്ലാക്ക് ഐസ് ആണല്ലേ, ഷൈനിങ് ബ്ലാക്ക് ഐസ് ആണ് കുട്ടിയുടേത്, അത് കൊടുക്കാം. സ്കിൻ എങ്ങനെയാണെന്ന് നോക്കൂ. ക്ലിയർ ബ്രൗൺ സ്കിൻ, ക്ലിയർ ബ്രൗൺ സ്കിൻ ആണ്. ഹാൻഡ്സോ, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, റഫ് ആൻഡ് സ്ക്രാച്ച്ഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് അല്ലേ, റഫ് ആയിട്ടുള്ള സ്ക്രാച്ച്ഡ് ഇങ്ങനെ പോറലായിട്ടിട്ട് എന്താണ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആണ് കുട്ടിയുടേത് അല്ലേ. ഇത്രയാണ് അതിലുള്ളത്. അപ്പോൾ അതിലെ ബി എക്സസൈസ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി ബി, ദ ബോയ് മീറ്റ്സ് എ ഗേൾ ഓൺ ഹിസ് വേ ടു ദ റിവർ. കുട്ടി എന്ത് ചെയ്യുന്നു? മീറ്റ്സ് എ ഗേൾ, ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു അല്ലേ. ഓൺ ഹിസ് വേ ടു ദ റിവർ, ഈ ഒരു നദിയിലേക്ക് പോകുന്ന പുഴക്കരയിലേക്ക് പോകുമ്പോൾ ആരെ കണ്ടുമുട്ടി? ഒരു ഗേളിനെ കണ്ടുമുട്ടി. ഡിസ്ക്രൈബ് ദ ഗേൾ വിത്ത് റെഫറൻസ് ദ ഫോളോയിങ്, റൈറ്റ് ഇറ്റ് ബിലോ. ആ കുട്ടിയെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ബോയ് നമ്മൾ വിവരിച്ചെഴുതിയില്ലേ, അതുപോലെ എന്താണ് ഗേളിനെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. വിത്ത് റെഫറൻസ് ടു ദ ഫോളോയിങ്, റൈറ്റ് ഇറ്റ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതൊക്കെ റെഫർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയെ പറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു എന്താണ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുക. ഞാൻ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദ ഗേൾ വാസ് അബൌട്ട് 12 years old. ആ പെൺകുട്ടി എത്ര വയസ്സുകാരിയായിരുന്നു? 12 വയസ്സുണ്ടായിരുന്നു അല്ലേ. ഷീ വാസ് ടോൾ ആൻഡ് തിൻ, നീളം കൂടിയ മെലിഞ്ഞ കുട്ടിയായിരുന്നു. ഷീ ഹാഡ് കേൾഡ് അൺടൈഡി ബ്ലാക്ക് ഹെയർ, ചുരുണ്ട് അൺടൈഡി, അൺടൈഡി എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യി വെക്കാത്ത ബ്ലാക്ക് ഹെയർ, കറുത്ത മുടിയില്ലേ. ഹർ സ്കിൻ വാസ് ക്ലിയർ ബ്രൗൺ, ഷി വാസ് ബ്രൗൺ ഇൻ കളർ. ഷീ ഹാഡ് എ ലോങ് കേർവ്ഡ് നൈഫ് ഇൻ ഹെർ ഹാൻഡ്, കയ്യിൽ എന്തുണ്ടായിരുന്നു? എ ലോങ് കേർവ്ഡ് നൈഫ്, നീണ്ടു വളഞ്ഞ എന്താണ് നൈഫ് ഉണ്ടായിരുന്നു, കത്തിയില്ലേ. ദർ വാസ് എ ബണ്ടിൽ ഓഫ് ഗ്രാസ് ഓൺ ഹെർ ഹെഡ്, തലയിൽ എന്തുണ്ടായിരുന്നു? ഒരു ബണ്ടിൽ ഗ്രാസ് ഉണ്ടായിരുന്നു. പിന്നെയോ ഷീ ഹാഡ് ബാംഗിൾസ് ഇൻ ഹെർ ഹാൻഡ്സ്, കൈകളിൽ എന്താണ് വളകൾ അല്ലേ. ഹി ഹാഡ് ബാംഗിൾസ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് വാസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ആൻസേർഡ് ദ ബോയ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ആ കുട്ടി അങ്ങനത്തെ കുട്ടിയായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ. ആൻഡ് വെൻ ദ ബോയ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ആൺകുട്ടി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ഹെസിറ്റേഷൻ, സംശയം കൂടാതെ കൃത്യമായിട്ട് മറുപടിയൊക്കെ പറഞ്ഞു, ഫ്രണ്ട്ലി ആണല്ലേ. അതാണ് കുട്ടിയെ പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അഥവാ വിവരണം. ഇനി നമുക്ക് 9ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ അനുഷ്ക. അനുഷ്ക എഴുതിയ ഒരു ലെറ്ററാണിത്. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് ഹെർ ലെറ്റർ. അനുഷ്ക എങ്ങനെയാണ് ലെറ്റർ ഉണ്ടാക്കിയെന്ന് വായിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് കാണാം? മുകളിൽ അനുഷ്ക ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ് ഗോവ എന്ന് കാണാം. അതാണ് സെൻറ്റേഴ്സ് അഡ്രസ്സാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻഫോർമൽ ലെറ്ററാണ്. ഇൻഫോർമൽ ലെറ്റർ അഥവാ ഫ്രണ്ട്ലി ലെറ്ററാണിത്. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയക്കുന്ന ഫ്രണ്ട്ലി ലെറ്ററാണിത് അല്ലേ. അപ്പോൾ ഫ്രണ്ട്ലി ലെറ്റർ അയക്കുമ്പോൾ വേണ്ട ഫോർമാറ്റ്, ലേ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മുകളിൽ സെൻറ്റേഴ്സ് അഡ്രസ്സ് ഉണ്ടോ, ഒക്കെ ലെഫ്റ്റ് അലൈൻഡ് ആണ്. ലെഫ്റ്റ് സൈഡിലെ മാർജിനോട് അടുത്താണല്ലോ എഴുതിയിരിക്കുന്നത്. അനുഷ്ക ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ് ഗോവ എന്ന് ഫ്രം അഡ്രസ്സ് കൊടുത്തു. പിന്നെ ഡേറ്റ് ആണ് താഴെ. ഡേറ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് June 16, 2014 എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ June 6 അല്ലേ, June 6, 2021 എഴുതുക, ഡേറ്റ് എഴുതണം. അപ്പോൾ മുകളിൽ സെൻറ്റേഴ്സ് അഡ്രസ്സ്, അയക്കുന്ന ആളെ അഡ്രസ്സ്, അതിൻ്റെ താഴെ ഡേറ്റ്, പിന്നെ സല്യൂട്ടേഷൻ, ഡിയർ അമ്മു, ഇതാണ് സല്യൂട്ടേഷൻ. ഡിയർ ആരാണോ സല്യൂട്ട്, ആർക്കാണോ കത്തയക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര് അമ്മു. ഫുൾ നെയിം വെക്കേണ്ട ആവശ്യമില്ല, വിളിക്കുന്ന പേര് മതി. ഡിയർ അമ്മു, ഫ്രണ്ടല്ലേ, അപ്പം അമ്മു എന്ന് മാത്രം എഴുതുക, വിളിപ്പേര് വെക്കാം. പിന്നെ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നമുക്ക് ഒരു കത്തയക്കുമ്പോൾ അവിടെ ഉള്ള ആൾ സുഖമായിട്ടിരിക്കുന്നതൊക്കെ അറിയണ്ടേ. അപ്പം ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നില്ലേ. ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ പാരൻസ്. ഞാൻ എവിടെ എത്തി? ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ പാരൻസ്. എൻ്റെ പാരൻസിൻ്റെ കൂടെ ഞാൻ എവിടെ എത്തി? ഗോവയിലെത്തി. വി ആർ സ്റ്റേയിങ് ഇൻ എ റിസോർട്ട്. ഞങ്ങൾ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ കത്തിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ കത്തിലെ പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണോ ആ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഓഫ് ദ ലെറ്റർ, മെയിൻ ബോഡി ഓഫ് ദ ലെറ്റർ. അതെന്താ കൊടുത്തിരിക്കുന്നത്? ദ വെദർ ഹിയർ ഈസ് റിയലി ഗുഡ്. ഇവിടെയുള്ള കാലാവസ്ഥ വളരെ നല്ലതാണല്ലേ. വി ആർ പ്ലാനിങ് ടു ഗോ ടു ദ ബീച്ച് ആൻഡ് ദ ചേർച്ച് ടുഡേ. ഞങ്ങൾ ഇന്ന് ബീച്ചിലും ചേർച്ചിലും അല്ലേ, ബീച്ചിലും ചേർച്ചിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഐ വിൽ സെൻഡ് യു ദ സ്നാപ്സ് ആഫ്റ്റർ വിസിറ്റിംഗ് ഓൾ ദ പ്ലേസസ്. എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചതിന് ശേഷം ഞാൻ നിനക്ക് ഫോട്ടോകൾ അയച്ചു തരാം അല്ലേ. ഐ വിഷ് യു വേർ ആൾസോ വിത്ത് മീ. നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ആ പ്രധാനപ്പെട്ട കാര്യം അതിലെന്താണോ കത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത് ആ കാര്യം എഴുതേണ്ടത് രണ്ടാമത്തെ പാരഗ്രാഫാണ്. ഒന്നാമത്തെ പാരഗ്രാഫിലെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എഴുതേണ്ടത്. പിന്നെ ഒരു കൺക്ലൂഷൻ വേണം, അവസാനം ഒരു ക്ലോസിംഗ് പാർട്ട് അല്ലേ, ക്ലോസിംഗ്. റിഗാർഡ്സ് ടു ആൾ അവർ ഫ്രണ്ട്സ് ദർ. അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ അന്വേഷണം അല്ലേ. സീ യു സൂൺ, പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ, നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലേ. ടേക്ക് കെയർ ഓഫ് യു എന്നിട്ട് നോക്കുന്നതിന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ അർത്ഥം അല്ലേ. പിന്നെന്താണ് വിത്ത് റിഗാർഡ്സ്. വിത്ത് റിഗാർഡ്സ് എൻ്റെ ഒരു കോമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഡിയർ അമ്മു എന്ന് പറഞ്ഞിട്ടൊരു കോമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പം വിത്ത് റിഗാർഡ്സ്. പിന്നെ എസ് ഡി, അതാണ് സിഗ്നേച്ചറി. എസ് ഡി എന്ന് എഴുതിയിട്ട് ഒരു പബ്ലിക് മാർക്ക് വരച്ചിട്ട് ഒരു ഐഫോൺ അല്ലേ, എസ് ഡി ഇങ്ങനെ എഴുതണം. അനുഷ്ക പേരെഴുതുക. അനുഷ്ക ആരാണോ കത്ത് അയക്കുന്നത് അവരുടെ പേരെഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താ നോക്കാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ ഈസ് ത്രിൽഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദ റിവർ. ഈ ഒരു കഥയിലെ കുട്ടിയില്ല, ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലുള്ള കുട്ടിയില്ല, ആൺകുട്ടി. ആ കുട്ടി എന്ത് ചെയ്തു? ഈസ് ത്രിൽഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദ റിവർ. ആ ഒരു പുഴ സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴാകെ ത്രിൽഡ് ആയില്ല, വളരെയധികം ആവേശഭരിതനായി തീർന്നു. ഹി ഡിസൈഡ്സ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിന് ഒരു ചങ്ങാതിക്ക് ഒരു കത്ത് അയക്കാൻ തീരുമാനിച്ചു. ടു ഷെയർ ഹിസ് എക്സ്പീരിയൻസ്, അവൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരന് ഒരു കത്ത് അയക്കാൻ തീരുമാനിച്ചു. വാട്ട് വുഡ് ബി ദ ലെറ്റർ ലൈക്ക്. ആ ലെറ്റർ എങ്ങനെ ഉണ്ടായിരിക്കും? റൈറ്റ് ഇറ്റ് ബിൽ. ആ ഒരു കുട്ടി അയച്ചില്ല ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന പാഠത്തിലെ കുട്ടി അയച്ചിരിക്കുന്ന കത്ത് നിങ്ങൾ ഇവിടെ എഴുതുക, കുട്ടി അയച്ച മാതിരി അല്ലേ. അപ്പോൾ ഇതിന് മോഡൽ നോക്കുക. അനുഷ്ക എഴുതിയ മാതിരി എഴുതുക. അപ്പോൾ അതാണ് ആ ഒരു മോഡൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം വി ക്യാൻ ഗോ ടു ആക്ടിവിറ്റി 10. നമുക്ക് ആക്ടിവിറ്റി 10ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 10 എന്താണെന്ന് നോക്കൂ. പ്രിപ്പയർ എ മാഗസിൻ ഓൺ ദ ടോപ്പിക് സേവ് പ്ലാനറ്റ് എർത്ത്. സേവ് പ്ലാനറ്റ് എർത്ത് എന്ന ടോപ്പിക്കിൽ ഒരു മാഗസിൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. യു ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ യുവർ മാഗസിൻ. മാഗസിനിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഒരു മാഗസിൻ നമുക്ക് എന്തൊക്കെ എഴുതാം? പോയംസ് ഉണ്ടാക്കാം അല്ലേ, പോയംസ് ഉൾപ്പെടുത്താം. പോസ്റ്റേഴ്സ് ഉൾപ്പെടുത്താം, പോസ്റ്റേഴ്സ്. സ്റ്റോറീസ് ഉൾപ്പെടുത്താം. സ്ലോഗൻസ് ഉൾപ്പെടുത്താം. സ്ലോഗൻസ് എന്താ അർത്ഥം? നേരത്തെ മുദ്രാവാക്യങ്ങൾ അല്ലേ. റിഡിൽസ് ആവാം, കടങ്കഥകൾ അല്ലേ. റിഡിൽസ് വെച്ചാൽ കടങ്കഥകൾ അല്ലേ. പിന്നെ ഡിസ്ക്രിപ്ഷൻസ്, വിവരണങ്ങളൊക്കെ വെക്കാം, ഡിസ്ക്രിപ്ഷൻസ്. പെയിൻറ്റിങ്സ് ഉൾപ്പെടുത്താം. കോഡ്സ്, ഗ്രേറ്റ് സെയിങ്സ്, കോഡ്സ് ഒക്കെ വെക്കാം. വേർഡ് പസിൽസ് അല്ലേ, പസിലില്ലേ, കടങ്കഥകൾക്ക് ഉത്തരം കാണുന്ന രീതിയിലുള്ള പസിൽസ് അല്ലേ, അല്ലെങ്കിൽ വേർഡ് പസിൽസ്, അത് കാണാൻ പറ്റും, അത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി പോകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കൊറോണ കാലത്ത് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോരോ ഐറ്റം നിങ്ങൾ ഓരോരോ ഫ്രണ്ടിനോട് പറയുക. അയച്ചുതരാൻ ഒരു 2 പോയംസ് അയച്ചൊരു ഫ്രണ്ടിനോട് പറയുക, 2 പോസ്റ്റർ അയക്കാൻ വേറെ ഫ്രണ്ടിനോട് പറയുക, ഒരു 2 സ്റ്റോറീസ് പറയുക. അങ്ങനെ 2 സ്റ്റോറീസും കുറച്ച് 2-3 ഡിസ്ക്രിപ്ഷൻസും സ്ലോഗൻസും ഒക്കെ ആരോടും അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു മാഗസിൻ വേണമെങ്കിൽ ഈ മാഗസിൻ ഉണ്ടാക്കാൻ ഒരു ഈ മാഗസിൻ ആക്കാൻ കുഴപ്പമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാഗസിൻ തയ്യാറാക്കാൻ പറ്റും. അത് നിങ്ങൾ സാവകാശം തയ്യാറാക്കുക. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ആക്ടിവിറ്റി 11. ആക്ടിവിറ്റി 11ലേക്ക് കടക്കാം. Find the words that convey the same idea and write them in the space provided. Find the words that convey the same idea. അതേ ആശയം ഉൾപ്പെടുന്ന എന്താണ് വേർഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അവിടെ ഓരോരോ വാക്കിനും 4 ബബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബബിൾസിൽ നിങ്ങൾക്ക് ആ വാക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് സിനോണിം എഴുതാൻ തന്നെ. സിനോണിംസ് എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സിനോണിംസും ആൻറ്റോണിംസും അല്ലേ. സിനോണിംസ് വെച്ചാൽ സമാന പദങ്ങളാണ്. A word or phrase which has the same or nearly the same meaning as what another word, as that of another word. Synonym, a word or phrase which has the same or nearly the same meaning as that of another word. എന്താണ് ഒരു വാക്ക്, ആ വാക്കിൻ്റെ ഒന്നുകിൽ അതേ മീനിങ്ങോ അല്ലെങ്കിൽ ആ മീനിങ്ങിന് അടുത്ത് വരുന്നൊരു മീനിങ്ങോ ഉള്ള മറ്റൊരു വാക്കാണ് എന്തെന്ന് സിനോണിം എന്ന് പറയുന്നത്. അത് സമാന പദങ്ങൾ. ഇനി ആൻറ്റോണിംസ് ഉണ്ട്, വിപരീത പദങ്ങൾ അല്ലേ. ഇവിടെ നമുക്ക് വേണ്ടത് സിനോണിംസ് ആണ്. അപ്പോൾ അതിൽ വാക്ക്, ഈ ഒരു സിനോണിംസ് കുറച്ചാണ് എനിക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ആദ്യം, അതിനുശേഷം വേണമെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. വാക്ക് എന്ന സിനോണിംസിൻ്റെ ഒന്ന് സ്ട്രൈഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈഡും കൊടുത്തിട്ടുണ്ട്, മാർച്ചും കൊടുത്തിട്ടുണ്ട്. സ്ട്രൈഡും കൊടുത്തിട്ടുണ്ട്, മാർച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് സ്ട്രോൾ എന്നൊരു വാക്ക് ഉപയോഗിക്കാം. സ്ട്രോൾ, അത് നടത്തുന്നതാണ് സ്ട്രോൾ അല്ലേ. പിന്നെ മറ്റൊരു വാക്ക് ഏതാണ്? ട്രഡ്ജ്. ഇതൊക്കെ സമാന പദങ്ങളാണ്, ഏകദേശം അതേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ട്രഡ്ജ് അല്ലേ. അപ്പോൾ ഇങ്ങനെ 4 വേർഡ്സായി. ഇപ്പം വാക്കിന് മാച്ച്, സ്ട്രൈഡ്, ട്രഡ്ജ്, സ്ട്രോൾ. ഇനി സ്റ്റോപ്പ് എന്ന വാക്ക് നോക്കാം. സ്റ്റോപ്പ് എന്ന വാക്കിന്
നമുക്ക് എന്ത് കൊടുക്കാം? ഫിനിഷ് എന്നൊരു വാക്ക് കൊടുക്കാം. സ്റ്റോപ്പ്, ഫിനിഷ് അല്ലേ. മറ്റൊരു വാക്ക് എന്താണെന്ന് നോക്കാം. ഹാൾട്ട് കൊടുക്കാം. ഹാൾട്ട് സ്റ്റോപ്പാണ് അല്ലേ. പിന്നെ എന്താണ്? എൻഡ് എന്ന് കൊടുക്കാം. എൻഡ് സ്റ്റോപ്പ് അതേ മീനിങ് ആണ്, എൻഡ്. പിന്നെയോ സീസ് എന്ന വാക്ക്. അപ്പം ഏതൊക്കെയാണ് വാക്കുകൾ നോക്കാം? സ്റ്റോപ്പിന് ഫിനിഷ്, ഹാൾട്ട്, എൻഡ്, സീസ്. നിങ്ങൾ ഇതേ വാക്കുകൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും റെഫർ ചെയ്തിട്ട് കണ്ടെത്തുന്ന വാക്കുകൾ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ആസ്കിന് പറ്റിയ വാക്കുകൾ ഏതൊക്കെയുള്ളത് നോക്കാം. ക്വയറി, ഒന്ന് ക്വയറിയാണ്, ക്വയറി. ഇഫ് എനി ക്വയറി അല്ലേ. ക്വസ്റ്റ്യൻ, ഒന്ന് ക്വസ്റ്റ്യൻ ആസ്കിനാണ്, ക്വസ്റ്റ്യൻ. ഹി ക്വസ്റ്റ്യൻഡ് ഹിം. ഇൻറ്ററഗേറ്റഡ്, പോലീസ് ഇൻറ്ററഗേറ്റഡ് ഹിം അല്ലേ. ഇൻറ്ററഗേറ്റ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്, ആസ്ക് തന്നെയാണ്. പിന്നെ എന്താ ഉള്ളത്? ഡിമാൻഡ്. അപ്പോൾ ഏതൊക്കെ 4 വേർഡ്സ്? ക്വയറി, ക്വസ്റ്റ്യൻ, ഇൻറ്ററഗേറ്റ്, ഡിമാൻഡ്. ഇതൊക്കെ ആസ്കിന് പറ്റിയ വേർഡ്സാണ്, അതിൻ്റെ സിനോണിംസ് ആണ്. പിന്നെ ഉള്ളത് ഡിസൈഡ് ആണ്. ഡിസൈഡിന് എന്താ വാക്ക് നോക്കാമെന്ന്? ഡിസൈഡ്, പിക്ക് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. പിന്നെന്താണ്? ഓപ്റ്റ് ഡിസൈഡ് ആണ്. പിന്നെയോ ഡിറ്റർമിൻ ഡിസൈഡ് ആണ്. നെക്സ്റ്റ് സിലക്ട് ഡിസൈഡ് ആണ്. ഇതൊക്കെയാണ് ഡിസൈഡിൻ്റെ വാക്കുകൾ. ഇതൊക്കെ പിക്ക്, ഓപ്റ്റ്, ഡിറ്റർമിൻ, സിലക്ട്. അപ്പോൾ ഈ വാക്കുകൾ സിനോണിംസ് ആണ്. അത് പഠിക്കുക. ഒരു വാക്കിൻ്റെ അതേ അർത്ഥം അല്ലെങ്കിൽ ഏകദേശം അതിന് സമാനമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കുകളാണ് സിനോണിംസ്. അത് ഓർമ്മിക്കുക. ഇതിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഈ ഒരു പാഠത്തിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി, 12th ആക്ടിവിറ്റി, 12ാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ദ ബോയ് വാക്ക്ഡ് അലോങ് ദ പാത്ത്. ആ കുട്ടി എന്ത് ചെയ്തു? വാക്ക്ഡ് അലോങ് ദ പാത്ത് അല്ലേ, വഴിയിലൂടെ നടന്നു അല്ലേ. ദ സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്ത്. 2 അഡ്ജക്റ്റീവ് അവിടെ കൂടി. ഒന്ന് സ്റ്റഡി അല്ലേ, കായബലമുള്ള ആരോഗ്യമുള്ള കുട്ടി എന്നായി. സ്റ്റോണി പാത്ത് എന്നായി, സ്റ്റോണി കല്ലുകൾ നിറഞ്ഞ വഴി അല്ലേ. 3ാമത്തെ വാചകം നോക്കൂ. ദ യങ് ബാർഫൂട്ടഡ് സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്ത്. എന്തൊക്കെ വെച്ചു? യങ് ബാർഫൂട്ടഡ് സ്റ്റഡി ബോയ് എന്ന് വെച്ചു. വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്ത്. വിച്ച് സെൻറ്റൻസ് ടെൽസ് യു മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്. ഇതിലേത് സെൻറ്റൻസ് ആണ് ആ ഒരു കുട്ടിയെ പറ്റിയും ആ ഒരു സ്ഥലത്തെ പറ്റിയും കൂടുതൽ പറയുന്നതെന്നായിരിക്കുന്നത്? ഏതാണ് സെൻറ്റൻസ്? ഓക്കെ, വെരി ഗുഡ്. 3ാമത്തെ സി ആണ് അല്ലേ. ദ യങ് ബാർഫൂട്ടഡ് സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്ത്. 3ാമത്താണ്, സി ആണ് കുട്ടിയെപ്പറ്റി കൂടുതൽ പറയുന്നത്. കുട്ടിയെപ്പറ്റി സ്ഥലത്തെ പറ്റിയും കൂടുതൽ വിശേഷിപ്പിക്കുന്നത് ഈ 3ാമത്തെ സി വാചകമാണ്. 2ാമത്തെ കാര്യം, സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ഗീവ് മോർ ഇൻഫർമേഷൻ. മോർ ഇൻഫർമേഷൻ തരുന്ന വേർഡ്സ് ഒക്കെ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സ്റ്റോണി ചെയ്യാം, സ്റ്റഡി ചെയ്യാം, സ്റ്റോണി ചെയ്യാം, യങ് ചെയ്യാം, ബാർഫൂട്ട് സർക്കിൾ ചെയ്യാം. അതൊക്കെ നമുക്ക് ചുറ്റുവട്ടം വരയ്ക്കാം അല്ലേ. സർക്കിൾ ചെയ്താൽ വേറാണ് സ്റ്റഡി. അതുപോലെ മറ്റ് ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് സർക്കിൾ ചെയ്യാം. വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രോനൗൺസ് ആർ ടേംഡ് ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓർ അഡ്ജക്റ്റീവ്സ്. നാമം നിങ്ങൾക്കറിയാം. നൗൺസ് എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ് അല്ലേ. നെയിമിംഗ് വേർഡ്സ് ആണ് നൗൺസ്, നാമങ്ങൾ. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്ന വാക്കുകളാണ്. ഇപ്പോൾ ഐയും വിയും യുയും ഹീയും ഷീയും ഇറ്റും ദയും ഒക്കെ പ്രൊനൗണാണ്. അപ്പം നാമത്തിന് പകരം നിൽക്കുന്ന വാക്കുകളായ പ്രൊനൗണിനെയോ അല്ലെങ്കിൽ നാമങ്ങളെയോ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്നതാണ് എന്തെന്ന്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അഥവാ അഡ്ജക്റ്റീവ്സ്. അതിന് പറയുന്നവരാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയും, അതല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. നാമത്തെ അല്ലെങ്കിൽ സർവ്വനാമത്തെയോ നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് എന്തെന്ന്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അഥവാ അഡ്ജക്റ്റീവ്സ്. അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിലെ എക്സസൈസ് ബിയിലേക്ക് കടക്കാം. ഇതിലുള്ള ബി, 12th ബി. ഇവിടെ ഹിയർ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിലെ ഒരു എക്സ്ട്രാക്ട്, ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. റീഡ് ഇറ്റ് കെയർഫുള്ളി. അത് ശ്രദ്ധാപൂർവ്വം വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ നമുക്ക് നോക്കാം. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു ഭാഗമാണിതല്ലേ, പാഠത്തിലൊരു ഭാഗമാണിത്. Now pick out the describing words and naming words from the extract and stick them on the bags given below. താഴെ കൊടുത്തിരിക്കുന്ന ബാഗുകളിൽ ഒരു ബാഗിൽ നമുക്ക് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അഥവാ അഡ്ജക്റ്റീവ് സ്റ്റിക്ക് ചെയ്യണം. മറ്റേതിനകത്ത് നെയിമിംഗ് വേർഡ്സ് അഥവാ നൗൺസ് അല്ലേ സ്റ്റിക്ക് ചെയ്യണം. അതൊന്ന് വാട്ടർ. ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ കോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, നെയിമിംഗ് വേർഡ്സിൽ വാട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെയൊക്കെ വേർഡ് നമുക്ക് വെക്കാൻ നോക്കാം ഈ പാഠഭാഗത്തുള്ള കേട്ടോ, ഈ ഒരു ഭാഗത്തുള്ള. അപ്പം വേറെ എന്തൊക്കെ വെക്കാം? ഇപ്പം ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ കോൾഡ് കഴിഞ്ഞ് നമുക്ക് ഷാർപ്പ് വെക്കാം. ഷാർപ്പാണ് ഷാർപ്പ്.
അല്ലേ? അതൊരു അഡ്ജക്റ്റീവാണ്. റിഫ്രഷിങ് വെക്കാം, റിഫ്രഷിങ് അതെന്താണ്? അതും ഒരു അഡ്ജക്റ്റീവാണ്. തേഴ്സ്റ്റി വെക്കാം, തേഴ്സ്റ്റി ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ് അല്ലേ? തേഴ്സ്റ്റി ബോയ്, തേഴ്സ്റ്റി വെക്കാം. ഡസ്റ്റി പാത്ത്, ഡസ്റ്റി വെക്കാം, ഡസ്റ്റി ഒരു അഡ്ജക്റ്റീവാണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഹോട്ടർ വെക്കാം, ഹോട്ടർ അതും ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ആ ഒരു കഷ്ണത്തിലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഇത്ര എണ്ണമാണ്. പിന്നെ നെയിമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിൽ സൈഡ് അല്ലേ? ഹിൽ സൈഡ് പറയാം, ഹിൽ സൈഡ്. സൺ നെയിമിംഗ് വേർഡ്സ് ആണ്, നൗണാണ്. ഹിൽ നൗണാണ്. പാത്ത് നൗണാണ്. സ്റ്റോൺസ് നൗണാണ്. ഫീറ്റ് നൗണാണ്. ഹാഫ് വേ നൗണാണ്. അവർ അതും നൗണാണ്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി 13A കിടക്കാം. 13A. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദ വേർഡ്സ് ഇൻ ബോൾഡ്. എന്താണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ? പാത്തിനെ പറ്റിയുള്ള ഒരു വഴിയെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചതിന് ശേഷം എന്ത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്? അതിലുള്ള എന്താണ് ബോൾഡിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, ദെൻ റോസ് ആൻഡ് വെൻറ്റ് അറൌണ്ട് ദ ബിഗ് മൗണ്ടെയിൻ. It was frequently used by the villagers, the woodcutters, milkmen and mule drivers, but there were no villages beyond the mountain or near the river. Look at the sentence. ഈ ഒരു സെൻറ്റൻസ് വായിച്ച് നോക്കാം. The path to the river dropped steeply. Which word shows the relation between the path and the river? ഈ ഒരു പാത്ത് വഴിയും റിവർ പുഴയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വാക്ക് ഏതാണെന്ന് ചോദിക്കുന്നത് അല്ലേ? അതെന്താണ്? ദ വേർഡ് ടു ആണ്. ദ പാത്ത് ടു ദ റിവർ എന്നാണ് പറയുന്നത്. ആ ടു ആണ് റിവറിനെയും പാത്തിനെയും തമ്മിൽ ഉള്ള ബന്ധം കാണിക്കുന്ന വാക്കാണ് ടു. ദ വേർഡ് ടു. വേർഡ്സ് ലൈക്ക് ടു, ഇൻ ടു, ബിയോണ്ട് എറ്റ്സെട്ര ആർ പ്രിപ്പോസിഷൻസ്. ഇത് പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ? പ്രിപ്പോസിഷൻ, ഗതി എന്ന് പറയും മലയാളത്തിൽ. പ്രിപ്പോസിഷൻ ആണല്ലേ? അപ്പോൾ എന്താണ് അതൊക്കെ നോക്കാം. ഇത് ഈ ഒരു പാരഗ്രാഫ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ടു ഉണ്ട്, ഇൻ ടു ഉണ്ട്, റൗണ്ട് ഉണ്ട്, ബൈ ഉണ്ട്, ബിയോണ്ട് ഉണ്ട്, നിയർ ഉണ്ട്. ഇതൊക്കെ എന്താണ് ഇതിലുള്ള പ്രിപ്പോസിഷൻസ് ആണ്. വേർഡ്സ് ലൈക്ക് ടു, ഇൻ ടു, ബിയോണ്ട് എറ്റ്സെട്ര പ്രിപ്പോസിഷൻസ്. നമുക്കിനി പേജ് 20 കടക്കാം. പേജ് 20 ബി, ആക്ടിവിറ്റി ബി നോക്കാം. സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻസ് ഓൺ ദ സൈൻ ബോർഡ്. സൈൻ ബോർഡ്സിൽ പ്രിപ്പോസിഷൻ മിസ്സായിട്ടുണ്ട്. സൈൻ ബോർഡിൽ പ്രിപ്പോസിഷൻ എഴുതാതെ പോയിട്ടുണ്ട്. ആ പ്രിപ്പോസിഷൻ അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഡു നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻസ്. അവിടെ എന്താ വേണ്ടത് നോക്കൂ? ഓൺ ആണ് വേണ്ടത് അല്ലേ? ഡു നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ്. ബാക്കി എക്സസൈസ് നിങ്ങൾ ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോ കാണുക. ഡോണ്ട് ഡ്രൈവ് ഡാഷ് ദ പാർക്ക്. ഡോണ്ട് ഡ്രൈവ് ഡാഷ് ദ പാർക്ക്. അവിടെ എന്താണ് വേണ്ടത് നോക്കാം നമുക്ക്. ഇൻ ടു ദ പാർക്ക് എന്നാണ് വരിക. ഡോണ്ട് ഡ്രൈവ് ഇൻ ടു ദ പാർക്ക്. വാക്ക് ഡാഷ് ദ റൈറ്റ്. ഡ്രൈവ് ഡാഷ് ദ ലെഫ്റ്റ്. വാക്ക് അലോങ് ദ റൈറ്റ് എന്നാണ് വേണ്ടത് അല്ലേ? വാക്ക് അലോങ് ദ റൈറ്റ്. പിന്നെയോ ഡ്രൈവ് അലോങ് ദ ലെഫ്റ്റ് ആണ് വേണ്ടത്. ഡ്രൈവ് അലോങ് ദ ലെഫ്റ്റ്. പിന്നെ അത് കീപ്പ് എവേ ഡാഷ് വൈൽഡ് ആനിമൽസ് എന്നാണ്. കീപ്പ് എവേ ഫ്രം വൈൽഡ് ആനിമൽസ് എന്നാണ് വേണ്ടത്. കീപ്പ് എവേ ഫ്രം വൈൽഡ് ആനിമൽസ് അല്ലേ? നെക്സ്റ്റ് വൺ, ഹൈലി ഇൻഫ്ലേമബിൾ. ഹാൻഡിൽ ഡാഷ് കെയർ. ഹൈലി ഇൻഫ്ലേമബിൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ് വേണ്ടത്. വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ബിവെയർ ഡാഷ് ഡോഗ്സ്. ബിവെയർ ഓഫ് ഡോഗ്സ് ആണ്. അപ്പോൾ ഇതിലുള്ള പ്രിപ്പറേഷൻ വായിക്കുകയാണ്. ഓൺ, ഇൻ ടു, അലോങ്, ഫ്രം, വിത്ത്, ഓഫ്. ഇതാണ് ഇതിലുള്ള പ്രിപ്പോസിഷൻസ്. ഇനി ഈ ഒരു ആക്ടിവിറ്റിയിലെ സി പാർട്ട് നോക്കാം. സി പാർട്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻസ്. പിക്ചർ നോക്കിയിട്ട് കുറച്ച് പ്രിപ്പോസിഷനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൺ ഫോർ യു. നിങ്ങൾക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ചിത്രം നോക്കൂ, സൂക്ഷിച്ച് നോക്കൂ. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, കുറച്ച് പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് പട്ടം പറത്തുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു ബോയ് അവിടെ ആ പുല്ല് കടന്നിട്ടൊരു ബോയ് ഇങ്ങനെ എഴുതുന്നുണ്ട്, നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ട്, ബുക്കിൽ എഴുതുന്നുണ്ട്. അവിടെ ഒരു മരമുണ്ട് വലതുവശത്തായിട്ട്, ഒരാളെ വലതുവശത്തായിട്ട്. മരത്തിൻ്റെ മുകളിൽ ഒരു കിളിയുണ്ട്. മരത്തിന് ചുറ്റും ഒരു ഫെൻസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊരു മരമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബാക്കിലൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ എന്തോ ഒരു സൈൻ ബോർഡ് തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ചിത്രങ്ങളല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ നോക്കൂ. An old man is sitting on a bench. അതാണ് കൊടുത്തിരിക്കുന്ന വാചകം. An old man is sitting on a bench. ബെഞ്ചിൽ ഒരു ഓൾഡ് മാൻ ഇരിക്കുന്നുണ്ട് അല്ലേ? He has kept his walking stick beside him. Beside
അല്ലേ? ആദ്യം ഓൺ എ ബെഞ്ച് എന്ന് പറഞ്ഞു, ഓൺ. ഇവിടെ ഇപ്പം ബിസൈഡ് ഹിം, അടുത്ത്. ബിസൈഡ് എന്നുള്ളത് പ്രിപ്പോസിഷനാണ്. എ ഗേൾ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാൻ. ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളത് പ്രിപ്പോസിഷനാണ് അല്ലേ? എ ഗേൾ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാൻ. ഒരു കുട്ടി, പെൺകുട്ടി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഷീ ഈസ് ഫ്ലൈയിങ് കൈറ്റ്സ്. അവൾ എന്ത് ചെയ്യാണ്? പട്ടം പറത്തുകയാണ് അല്ലേ? ഫ്ലൈയിങ് കൈറ്റ്സ്. ദർ ഇസ് എ ബോയ് ലൈയിങ് ഓൺ ദ ഗ്രാസ് എന്നാണ്. ദർ ഇസ് എ ബോയ് ലൈയിങ് ഓൺ ദ ഗ്രാസ്. ആ പുൽത്തകടിയിൽ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ? ഓൺ ദ ഗ്രാസ്. ഓണാണ് അതിലെ പ്രിപ്പോസിഷൻ. ഹി ഈസ് റൈറ്റിംഗ് ഇൻ ഹിസ് ബുക്ക്. ആ കുട്ടി അവൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. ഇൻ എന്നുള്ള വാക്ക് പ്രിപ്പോസിഷനാണ്. ഇൻ ഹിസ് ബുക്ക്. ദർ ഇസ് എ ബേർഡ് ഓൺ ദ ട്രീ. മരത്തിൻ്റെ മുകളിൽ, ഓൺ ദ ട്രീ, ഒരു പക്ഷിയുണ്ട്. ദ ഫെൻസ് അറൗണ്ട് ദ ട്രീ ഈസ് മെയ്ഡ് ഓഫ് അയൺ റോഡ് ആൻഡ് വയർ. ദ ഫെൻസ് അറൗണ്ട്, അറൗണ്ട് വെച്ചാൽ പ്രിപ്പോസിഷനാണ്. അറൗണ്ട് അല്ലേ? ആ ഒരു മരത്തിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന ഫെൻസ്, വേലി എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അയൺ റോഡ് കൊണ്ടാണ് അല്ലേ? അയൺ റോഡ് ആൻഡ് വയർ അല്ലേ? ഇരുമ്പിൻ്റെ ദണ്ടുകളും വയറുകളും ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ദർ ഇസ് എ ട്രീ ബിഹൈൻഡ് ദ ബെഞ്ച്. ആ ബെഞ്ചിൻ്റെ പിറകിൽ ഒരു ട്രീ ഉണ്ട്. എ ബോർഡ് ഈസ് ഹങ് ഓൺ ഇറ്റ്. ആ ഒരു അതിന് നമ്മളൊരു ബോർഡ് തൂക്കിയിടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇതിലുള്ള പ്രിപ്പോസിഷനൊക്കെ കണ്ട. ഹങ് ഓൺ ഇറ്റ്, ഓൺ ആണ് അവിടെ ഉള്ള പ്രിപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.